തന്റെ ആദ്യ വിദേശയാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ മരിയ ഡോക്ടർ ജോലി ഗൗരവമായി കണക്കിലെടുത്തു. എല്ലാ പ്രതിസന്ധിയിലും ഒന്നാം റാങ്കോടെ തന്നെ മെഡിസിൻ പഠനം പൂർത്തിയാക്കിയ മരിയ റോമിലെ സാന്റോ സ്പിരിറ്റോ ആശുപത്രിയിൽ സർജിക്കൽ അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചു. തിരക്കിട്ട ഉത്തരവാദിത്തത്തിനിടയിലും റോമിലെ ദരിദ്രരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്നതിനായി ഒരു സർജിക്കൽ ക്ലിനിക്കും ആരംഭിച്ചു. 1897 ഇറ്റലിയിലെ ട്യൂറിനിൽ നടന്ന ഒരു നാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് മാനസിക വളർച്ചയില്ലാത്ത കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ മരിയ പ്രസംഗിക്കുകയുണ്ടായി. പിന്നീട് അത്തരം കുട്ടികൾക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം നേടിക്കൊടുക്കുവാനുള്ള ശ്രമങ്ങളിൽ മുഴുകി. താൻ ജോലി ചെയ്തു വന്ന ആശുപത്രിയിലും അത്തരം കുട്ടികളുമായി ഇടപഴകിയിരുന്നു മരിയ. വേണ്ടത്ര ശ്രദ്ധയോ പരിഗണനയോ ലഭിക്കാതെ പൂട്ടിയിട്ട മുറികളിൽ എഴുതിത്തള്ളപ്പെട്ടതുപോലെയായിരുന്നു അവരുടെ ലോകം. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഫ്രാൻസിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വലിയ സംഭാവനകൾ നൽകിയ ജീൻ ഇഡാർട്ട്, എഡ്വേർഡ് സെഗ്യൻ എന്നീ രണ്ടുപേരെ കുറിച്ച് മരിയ അറിയാനിടയായി.